ഹൈസെൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഹൈസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ടെക് കിങ് ആയിട്ടുള്ള ഷസാം പറഞ്ഞിട്ടാണ്. ഷസാമിൻ്റെ വീട്ടിലൊരു ഹൈസെൻസിൻ്റെ TV മേടിച്ചു, 50,000 രൂപയെ പ്രൈസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷസാം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ഹൈസെൻസ് എന്ന ബ്രാൻഡിനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഹൈസെൻസിൻ്റെ E68N എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4K TV ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ടിവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ യൂറോ കപ്പ് 2024 സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു. പെട്ടി വന്ന സമയത്ത് യൂറോ കപ്പിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, വിച്ച് വാസ് വെരി നൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു TV ആക്ച്വലി ഒരു 40,000 രൂപ ബഡ്ജറ്റിന്റെ അകത്ത് വരുന്ന ഒരു TV ആണ്. നിങ്ങളിപ്പോൾ 40,000 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ്, അത് എവിടെ ഇരിക്കട്ടെ, ആ ഒരു ബഡ്ജറ്റിന്റെ അകത്ത് നിങ്ങൾ ഒരു 4K TV വിത്ത് എ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഹൈസെൻസിന്റെ E68N എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഇതിൻ്റെ ഡിസൈനും ബാക്കിയുള്ള പരിപാടികളും നോക്കാം. TV മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ടിവിയുടെ ബിൽഡും എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതൊരു ബഡ്ജറ്റ് TV ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിക്ക് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടിവിയുടെ സ്റ്റാൻഡ് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് യൂഷ്വലി നമ്മൾ കാണാൻ പറ്റും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിരിക്കും പൊതുവെ വരാറ്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മിനിമൽ അപ്രോച്ചാണ് ഹൈസെൻസ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹൈസെൻസിന്റെ റിമോട്ട്. ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വോളിയം റോക്കർ ഉണ്ട്, ചാനൽ മാറ്റുന്ന സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഹോം ബട്ടൺ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, സോണി ലിവ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, പിന്നെ മീഡിയ എന്നിങ്ങനെ കുറച്ച് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റ് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണും ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ടിവിനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പർപ്പസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ യൂട്യൂബ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ നിങ്ങൾ ടാപ്പ് ചെയ്തതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഒരു TV ആയതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എളുപ്പമല്ല, നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഈ വോയിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബ്രാൻഡ് പറയുന്ന കുറേ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം ആദ്യം, എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആദ്യം അവർ പറയുന്നത് ക്വാണ്ടം ഡോട്ട് ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബില്യൺ പ്ലസ് കളേഴ്സ്, വിവിഡ് ആയിട്ടുള്ള കളേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതെനിക്ക് വലിയ പരാതിയായിട്ട് പറയാനൊന്നുമില്ല. നമ്മൾ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നല്ല കളേഴ്സ് ഒക്കെ തന്നെയാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും കളർ ടോണൊക്കെ ഭയങ്കര നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഏത് TV എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു AI ഫീച്ചറാണ്. നമ്മുടെ E68നും ഒരു AI ഫീച്ചർ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ലോ റെസൊല്യൂഷനിലുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ AI ഉപയോഗിച്ചിട്ട് അപ്സ്കെയിൽ ചെയ്ത് 4K ആക്കി മാറ്റും. ഫ്രഷ് ഹൈസെൻസ് ഇതിനകത്ത് എടുത്ത് പറയുന്നൊരു കാര്യം, ഇതിനകത്ത് നമ്മളെ തല കറക്കി കളയുന്ന അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഹാലുസിനേറ്റ് ചെയ്ത് കളയുന്ന തരത്തിലുള്ള ബ്ലാക്സ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് ഈ TVക്കകത്ത് ഏറ്റവും എനിക്ക് തോന്നാത്ത കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യാത്ത കാര്യവും ഈ ഒരു TVക്കകത്തുള്ള ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് തീരെ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. ബ്ലാക്ക്സ് ആർ നോട്ട് അറ്റ് ഓൾ ഗുഡ്. അത് നിങ്ങളിപ്പോൾ ഈ TV നിങ്ങൾക്ക് ബി-റോൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ബ്ലാക്ക് പോർഷൻ വരുന്ന സമയത്ത് അതൊരു ഡീപ്പ് ബ്ലാക്ക് അല്ല. ഞാൻ ആക്ച്വലി ഇത്രയും TVs ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആർക്ക് പറയാൻ പറ്റുന്നേക്കാളും പ്രിസൈസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ TV മുതൽ 20,000 രൂപയുടെ TV വരെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലാക്സ് എന്ന് പറയുന്നത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാധനമല്ല. TV എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്തു എന്ന് വെച്ചോ, അത് യൂട്യൂബ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈം അല്ലെങ്കിൽ സോണി ലിവ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്തു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ക്യാരക്ടർ വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ നല്ല സെപ്പറേഷൻ ഫീൽ ചെയ്യും. ഇത് പല TVയിലുള്ള ഫീച്ചർ തന്നെയാണ്, അത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഹൈസെൻസിൽ കുറച്ചുകൂടി നമുക്ക് എടുത്ത് അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടോ. മൈക്രോ ഡിമ്മിങ് ആൻഡ് നോയ്സ് റിഡക്ഷൻ, നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും ഈ ഒരു വാക്ക്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വീഡിയോയ്ക്കകത്ത് നോയ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ നോയ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയുന്ന തരത്തിലുള്ള ഒരു AI ബാക്കപ്പ് ഈ ഒരു TVക്കകത്തുണ്ട്. അത് നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്ന കോണ്ടന്റിൻ്റെ അകത്ത് അത്രത്തോളം ഭയങ്കര വൈറ്റലായിട്ട് വരില്ല. ഇപ്പോൾ ഫോറിൻ സാധനങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. നിങ്ങളിപ്പോൾ സ്പോർട്സ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ MEMC സപ്പോർട്ട് ഇതിനകത്തുണ്ട്. MEMC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ഫ്രെയിമിനെ നമുക്ക് എടുക്കാം. ഒരു വീഡിയോയുടെ 2 ഫ്രെയിം, ആ 2 ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ ഫ്രെയിം TV ആഡ് ചെയ്യും. എന്തിന്? ആ ഒരു വീഡിയോനെ സ്മൂത്ത് ആക്കാൻ. ഇപ്പോൾ 24 ഫ്രെയിം പെർ സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൻ്റെ അകത്ത് 24 ഫ്രെയിം വരും. ആ ഒരു 24 ഫ്രെയിമിൽ ആദ്യത്തെ 2ാമത്തെ ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് TV ഒരു ഫ്രെയിം ആഡ് ചെയ്യും. എന്തിന്? അതിനെ 24 ഫ്രെയിമിൽ നിന്ന് കൂട്ടി കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് എക്സ്ട്രാ സ്മൂത്ത് ആയിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി 24 FPS എന്ന് പറയുന്നതാണ് എൻ്റെ സ്വീറ്റ് സ്പോട്ടായിട്ട് ഞാൻ കാണുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ആസ് ഓൾവേസ് 40,000 രൂപയ്ക്കകത്ത് വരുന്ന ഒരു TVക്കകത്ത് ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് വിച്ച് ഈസ് വെരി നൈസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 50,000 എങ്കിലും പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് കിട്ടുള്ളൂ. ആൻഡ് ഇതിൻ്റെ സൗണ്ടും അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ്, നല്ല ടോൺ ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ നല്ല ലോസും നല്ല ഹൈസൊക്കെയാണ്. എനിക്ക് പേഴ്സണലി സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്പീക്കർ സിസ്റ്റം ഭയങ്കര നല്ലതാണ്. ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും. ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറോ നിങ്ങളുടെ കൺസോളോ നിങ്ങൾക്ക് TV ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. VRRും അതുപോലെ തന്നെ ALLMും ഇതിനകത്തുണ്ട്. VRR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയബിൾ ഫ്രെയിം റേറ്റ് ആണ്. നിങ്ങൾക്ക് 60 ആണ് ഇതിൻ്റെ ബേസ് ഫ്രെയിം റേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസോൾ കണക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫ്രെയിം നിങ്ങൾക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഓട്ടോ ലോ ലേറ്റൻസി മോഡ്, അതായത് ഭയങ്കര ലേറ്റൻസി കുറവായിരിക്കും. നിങ്ങളുടെ കൺട്രോളറിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ TVക്ക് അത് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഹൈസെൻസ് ഉറപ്പുവരുത്തുന്നുണ്ട്. നിങ്ങളുടെ റൂമിൻ്റെ അകത്തുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങളുടെ വീഡിയോയ്ക്കകത്തുള്ള കളർ, ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, ഇതെല്ലാം TV ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. ഇത് നിങ്ങൾ ഹാളിലാണ് വെച്ചിട്ടുള്ളത്. ഹാളിൽ ഇഷ്ടംപോലെ ജനാലയുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ലൈറ്റ് അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ലൈറ്റിനനുസരിച്ച് നമ്മുടെ TV അഡ്ജസ്റ്റ് ചെയ്യും. ഇതെങ്ങനെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റീവ് ലൈറ്റ് സെൻസർ ഈ TVക്കകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. ആ ലൈറ്റ് സെൻസറാണ് ഇതിനെല്ലാം കാരണക്കാരൻ. സ്പോർട്സിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു AI സ്പോർട്സ് മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബ്ലറൊന്നും ആവാതെ കറക്റ്റായിട്ട് ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വോയിസ് കമാൻഡ്, അതായത് നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വോയിസ് കമാൻഡ് ഫീച്ചർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഹൈസെൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ വോയിസ് കമാൻഡ് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ യൂട്യൂബ്, ഓപ്പൺ ആമസോൺ പ്രൈം, ഓപ്പൺ ഹുലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ TV ആക്ട് ചെയ്യും. ഒരുവിധം നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. FIFA+ ഉണ്ട്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഉണ്ട്. ഇതെല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്, വിച്ച് ഈസ് നൈസ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗൂഗിൾ TV ആണ് കേട്ടോ, ബൈ ദ വേ. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ ഇതിനകത്തുള്ള ഫിലിം മേക്കർ മോഡ്. ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഉണ്ടാവും, പലരും പല രീതിയിലായിരിക്കും കാണുന്നത്. എനിക്ക് എപ്പോഴും മൂവി ഫിറ്റ് ടു സ്ക്രീനിലിട്ട് കാണുന്നത് ഇഷ്ടമല്ല. ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ആ മൂവി ഡയറക്ടർ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം റോളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും. ആ ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ കാണുന്നതാണ് ആ ഒരു സിനിമയുടെ ബ്യൂട്ടി. ഇപ്പോൾ ചില സിനിമാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫുള്ളായിട്ട് എല്ലായിടത്തും വലിയ നീണ്ടിരിക്കും. ചിലതുണ്ടായിരിക്കും മേളിലും താഴെ നല്ല ബ്ലാക്ക് ബാർ കാണും. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പോലെയുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലായിരിക്കും നമുക്കൊരു ബാർ. വിനീത് ശ്രീനിവാസൻ്റെ കുറുക്കൻ എന്ന് പറഞ്ഞൊരു സിനിമയാണെന്ന് തോന്നുന്നു. മറ്റേ ആദ്യം റീലിൻ്റെ ടൈപ്പിൽ ആസ്പെക്ട് റേഷ്യോ വന്നിട്ട് സിനിമ പോകും തോറും അത് വലുതേ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ അവരെന്താണോ, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് എന്താണോ ആ സെറ്റിങ്സിൽ കാണാൻ പറ്റും. മ്യൂസിക് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിം ആയാലും ഫ്രെയിം റേറ്റ് ആയാലും എല്ലാം അത് ഭയങ്കര അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ഫോൺ വെച്ചിട്ട് TVക്കകത്തുള്ള ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതും പറ്റും. ബ്ലൂടൂത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണൊക്കെ കാസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഫോണും ലാപ്ടോപ്പൊക്കെ നിങ്ങളുടെ TVയിലോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗൂഗിൾ ഹോമിൻ്റെ വലിയൊരു ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ ഹോമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ നിങ്ങളുടെ വീട് മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഗൂഗിൾ ഹോം മാത്രമല്ല, നമ്മുടെ ആപ്പിൾ ഹോം ആയാലും ആമസോൺ അലക്സ ആയാലും അതുപോലെ തന്നെ ആപ്പിൾ എയർപ്ലേ, ഇതെല്ലാം ബിൽറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈസെൻസിൻ്റെ TVയുടെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആകെ പ്രോബ്ലം ആയിട്ട് തോന്നിയത് ആ ഒരു ബ്ലാക്ക്സ് മാത്രമാണ്. കളേഴ്സ് കൊള്ളാം, സൗണ്ട് കൊള്ളാം, ടോൺ കൊള്ളാം, അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി കൊള്ളാം, ഫീച്ചേഴ്സ് കൊള്ളാം, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, UI കൊള്ളാം, എല്ലാം കൊള്ളാം. ബ്ലാക്ക്സ് മാത്രം ഒന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിരുന്നേനെ. ബിക്കോസ് എനിക്ക് ബ്ലാക്ക് അങ്ങനെ ഈ ഒരു ഗ്രേ ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അത് ആക്ച്വലി നമ്മുടെ മലയാള സിനിമയൊന്നും കാണുന്നതിൽ വലിയ വിഷയമൊന്നുമില്ല, ഹിന്ദിയും വിഷയമൊന്നുമില്ല. കാരണം ഭയങ്കര കളർഫുള്ളാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഇൻ്റർനാഷണൽ സീരീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിനകത്ത് ബ്ലാക്ക് കോണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ്, ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര കൂടുതലാണ്, കോൺട്രാസ്റ്റ് കൂടുതലാണ്, ഷാഡോസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ലൈറ്റൊക്കെ അടിച്ച് ഇതേപോലെ ലൈറ്റൊക്കെ അടിച്ച് വെളുപ്പിച്ച് വയ്ക്കും. എന്നാൽ അബ്രോഡൊക്കെ പോകുന്ന സമയത്ത് അവർ ഒരു ഷാഡോ ഒക്കെ കൊടുത്ത് ആ സിനിമാറ്റിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഷോക്കാവും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു TV നിങ്ങൾക്ക് ഇപ്പോൾ സെയിലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിൻ്റെ. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.